കൂട്ടത്തല്ലും കൂട്ടപ്പിരിച്ചുവിടലും. ആരകത്തുനിന്നോ ആര് പുറത്തുനിന്നോ അറിയുന്നില്ല. ഒരു തരം പലവകകളുടെ ഏകോപനത്തിൻ്റെ പേരാണ് ഇന്ന് മലയാള സിനിമയുടെ അമ്മ എന്ന് പറയുന്ന സംഘടന. മാതൃകാപരമായിരിക്കുന്ന പല പരിപാടികളും പ്രവർത്തനങ്ങളും സമൂഹത്തിനുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ച അമ്മ എന്ന് പറയുന്ന സിനിമാ നടന്മാരുടെയും നടിമാരുടെയും സംഘടനകളുടെ ഇപ്പോഴത്തെ അവസ്ഥ യഥാർത്ഥത്തിൽ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതിനെ ഒരു പിന്തുടർന്ന് നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതും ഈ അങ്ങാടി കവലകളിലെ മോശപ്പെട്ട ആളുകളുടെ സംഭാഷണവും സംസാരവും പോലെയുള്ള പ്രവർത്തനത്തിലേക്ക് മഹാനടന്മാരൊക്കെ മാറിയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് 2026 പിരിച്ചുവിടലും പ്രത്യാരോപണങ്ങളും നമുക്ക് കൂട്ടി വായിക്കാൻ വേണ്ടി സാധിക്കും. അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ്, അതാണ് അമ്മ എന്ന സംഘടനയുടെ ഫുൾ ഫോം. നേതൃത്വ തർക്കം, സാമ്പത്തിക ആരോപണം, ഭരണ ഭിന്നത, ഭരണ സംവിധാനത്തിലുള്ളവരുടെ കുടിപ്പേക്കങ്ങൾ, രാഷ്ട്രീയ ഇടപെടൽ, ഇതെല്ലാം ഇതിലിപ്പോൾ സർവ്വസാധാരണയാണ്. സാധാരണ ഇതിലിങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. 2026 ഈ വർഷം ജൂണിൽ നടന്ന വാർഷിക പൊതുയോഗം വരവ് ചെലവ് കണക്കുകൾ ബോധിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അങ്ങനെയാണ് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരുന്നത്. ഇതേ തുടർന്ന് പ്രസിഡന്റ് ശ്വേതാ മേനോൻ രാജിവെക്കുന്നു. എക്സിക്യൂട്ടീവ് മൊത്തം അതായത് കൂട്ടമായ രീതിയിൽ രാജിവെച്ചു. ശേഷം ശേഷിച്ചവർ, അവർ കഴിഞ്ഞിക്കാണെങ്കിൽ ശേഷിക്കുന്ന ആളുകളുണ്ടാവില്ല, അവർ ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും 9 അംഗ കമ്മിറ്റി നോമിനേറ്റ് ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. രമേശ് പിഷാരടി ചെയർമാനായി, ഇപ്പോഴത്തെ MLA, പാലക്കാട്ടെ MLA, അയാൾ ചെയർമാനായിട്ടാണ് അംഗീകാരം നൽകിയത്. എന്നാൽ പിന്നീട് ശ്വേതാ മേനോൻ തലതിരിഞ്ഞു. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയിക്കാണെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ വാക്ക് തെറ്റിക്കുക എന്നുള്ളതും പറഞ്ഞതിനെതിര് ചെയ്യുക എന്നുള്ളതും സ്നേഹം അഭിനയിക്കുക എന്നുള്ളതൊക്കെ സിനിമാ നടന്മാർ സാധാരണ ചെയ്യാറില്ല. ശ്വേതാ മേനോൻ ഈ കാര്യത്തിൽ നന്നായിട്ട് അഭിനയിച്ചു. വേണമെങ്കിൽ ഒരു ഭാരത് അവാർഡിന് വേണ്ടി വരെ ശുപാർശ ചെയ്യാം. അപ്പോൾ അഭിനയിക്കുന്ന കാര്യത്തിൽ ഇവർക്ക് ഉഷാറാണല്ലോ. സ്ഥാനത്തുനിന്ന് രാജിവെച്ച് ഇട്ടെറിഞ്ഞിട്ട് പോയി മെമ്പർഷിപ്പ് പോലും രാജിവെക്കപ്പെട്ടു എന്ന് പരസ്യമായ രീതിയിൽ ചാനലുകാർക്ക് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ശ്വേതാ മേനോൻ പിന്നെ പറയുന്ന കാര്യം എന്താണ്? ഞാൻ രാജിവെച്ചിട്ടൊന്നുമില്ല, ഔദ്യോഗികമായിരിക്കുന്ന രേഖയൊന്നും ഇല്ലല്ലോ, പിഷാരടി അംഗീകരിക്കില്ല, ഞാൻ തന്നെയാണ് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ പുറത്താക്കുന്ന സമയത്ത് ഇല്ല, ഞാൻ തന്നെയാണ് ഇപ്പോഴും പ്രസിഡന്റ്, ഇങ്ങോട്ട് പുറത്താക്കിയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പുറത്താക്കിയിട്ടുണ്ട്. ബലം കുറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ ഇങ്ങോട്ട് പുറത്താക്കുന്ന സമയത്ത് ഓരങ്ങോട്ട് പുറത്താക്കും, ഇവരങ്ങോട്ട് പുറത്താക്കും. കേരള കോൺഗ്രസിലൊക്കെ പല ഘട്ടങ്ങളും അത് ഉണ്ടാവാറുണ്ട്. അങ്ങോട്ടും പരസ്പരം പുറത്താക്കലും പരസ്പരം രാജിവെപ്പിക്കലും പരസ്പരം ആരോപണം. ഈ സ്ഥിതിയിലേക്ക് ഒരു സാംസ്കാരിക നിലയത്തിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലമായിരിക്കുന്ന ഒരു മേഖലയാണ് അമ്മ എന്ന് പലപ്പോഴും പറയുന്ന സിനിമാ നടന്മാർ അവരെത്തിച്ചു എന്ന് ചുരുക്കം. ഈ രാജിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞത് അവസാനിച്ചിട്ടൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? താൻ രാജിവെച്ചില്ലെന്നും രേഖപ്രകാരം അത് തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയില്ലെന്നും പറഞ്ഞിട്ട് അഡ്ഹോക് കമ്മിറ്റി സാധുവല്ലെന്ന് കാണിച്ചുകൊണ്ട് ശ്വേതാ മേനോൻ കോടതിയെ സമീപിച്ചു. എറണാകുളം മുനിസിപ്പൽ കോടതി ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചു. ഇടക്കാല ഉത്തരവിൽ ശ്വേതാ മേനോൻ്റെ നേതൃത്വം കോടതി അംഗീകരിച്ചു. അപ്പോൾ രമേശ് പിഷാരടി ആരായി? ഐസായിപ്പോയി. അപ്പോൾ ഒരു സ്ഥാനം 9 അംഗ കമ്മിറ്റി അഡ്ഹോക് കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു എന്ന് പറയാമെന്നല്ലാതെ അത് എവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ആർക്കും സാധിച്ചിട്ടില്ല. അപ്പോൾ നിലവിൽ പാർട്ടി അല്ലാത്ത പാർട്ടിയുടെ നേതാവ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് 1994 അമ്മ എന്ന് പറയുന്ന സംഘടന സ്ഥാപിക്കുന്നത്. ക്ഷേമവും ഐക്യവും ഏകോപനവും സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഏകദേശം 90ഓളം അംഗങ്ങൾ, 80 മുതൽ 90 അംഗങ്ങളാണ് 1994 സ്ഥാപിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 100 മുതൽ 200 രൂപയായിട്ടാണ് അന്നത്തെ ഫീസ് കണക്കാക്കിയത്, മെമ്പർഷിപ്പ് പണം കണക്കാക്കിയത്. ഏകദേശം 2026 എത്തിയ സമയത്ത് 508 അംഗങ്ങളായി. ഇപ്പോൾ ഏകദേശം 508 അംഗങ്ങളാണുള്ളത്. അതിൽ നായകന്മാരും നായികമാരും സ്വഭാവ നടന്മാരും ഹാസ്യ നടന്മാരും ജൂനിയറും സീനിയറും കലാകാരന്മാരും അതിന് ചേർന്ന് നിൽക്കുന്നവരും, അങ്ങനെയല്ല ഒരു സിനിമയിൽ അഭിനയിക്കുക എന്നിട്ടാണ് ഇതിൻ്റെ മാനദണ്ഡം. അത്തരം ആൾക്കാരെല്ലാം ഇതിലേക്ക് കയറി കൂടിയിട്ടുണ്ട്. അങ്ങനെ 508 പേരായിട്ടുണ്ട്. 1994 രൂപീകരിക്കുന്ന സമയത്ത് മധു എന്ന് പറയുന്ന സിനിമാ നടനായിരുന്നു അതിൻ്റെ പ്രസിഡന്റ്. 94 മുതൽ 97 വരെ.
പിന്നീട് ഇന്നസെൻ്റ് വന്നു 2000 മുതൽ 2018 വരെ, 7 മുതൽ പിന്നെ 2000 വരെ 3 വർഷത്തേക്ക് പ്രസിഡന്റുമാരൊന്നും ഇല്ലാതെ അവിടെ നിന്നു. 2018 മുതൽ 2024 വരെ മോഹൻലാലായിരുന്നു പ്രസിഡന്റ്. 2025 മുതലാണ് സംഘടനയുടെ ഒരു വനിതാ പ്രസിഡന്റായിട്ട് ആദ്യമായിട്ട് ശ്വേതാ മേനോൻ വരുന്നത്. 2025 കഴിഞ്ഞ കൊല്ലം. സെക്രട്ടറിമാരായിട്ട് മമ്മൂട്ടി വന്നിട്ടുണ്ട്, ഇടവേള ബാബു വന്നിട്ടുണ്ട്, സിദ്ദീഖ് വന്നിട്ടുണ്ട്, കുക്കു പരമേശ്വരൻ വന്നിട്ടുണ്ട്. അത് സംഘടനാകാര്യ സെക്രട്ടറി ആയിട്ട് 2025 ആൾ തന്നെയാണ് ഇപ്പോഴും സെക്രട്ടറി ആയിട്ട് വരുന്നത്. സാമ്പത്തിക ഐക്യത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അംഗങ്ങളെ സഹായിക്കുക, ഇവരുടെ ലക്ഷ്യത്തിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. പിന്നീട് ഗുരുതര രോഗങ്ങൾ, അന്തരിച്ച അംഗങ്ങളുടെ കുടുംബങ്ങൾ, പ്രായമായ വരുമാനമില്ലാത്ത, അതായത് ഇതിൽ അംഗത്വമെടുത്ത ആളുകളെ പ്രയാസഘട്ടത്തിൽ സഹായിക്കുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമാണ്. അതിന് വലിയ പണം സ്വരൂപിക്കുന്നത് മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലല്ലാതെ വ്യത്യസ്ത മേഖലകളിലൊക്കെ വലിയ ഈ കഥാപ്രസംഗം പോലെയുള്ള അല്ലെങ്കിൽ മിമിക്സ് പരേഡ് പോലെയുള്ള വലിയ പരിപാടികൾ സംഘടിപ്പിക്കും. അതിൽ പിന്നെ ടിക്കറ്റിന് ഉണ്ടാവില്ല. ടിക്കറ്റിൻ്റെ ഒരു നിശ്ചിത പണമാണ് വരുമാനമായിട്ട് സാധാരണഗതിയിൽ അമ്മ സംഘടന വാങ്ങാറുള്ളത്. ഈ അമ്മ സംഘടനയുടെ വിഷയങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നത് 2017 നടി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടാണ്. സംസ്ഥാന സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ നിയോഗിക്കുകയും അവർ വലിയ രീതിയിൽ അന്വേഷണം നടത്തുകയും ചെയ്തു. 2024 ഓഗസ്റ്റിന് റിപ്പോർട്ട് പുറത്തുവിട്ടു. അതിന് മുൻപ് തന്നെ പുറത്ത് വിടാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഗവൺമെൻറ് അത് പിടിച്ചു വെച്ചു എന്നുള്ള ആരോപണം ഉണ്ടായിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒട്ടേറെ നടിമാർ നേരിട്ട ലൈംഗികപരമായിരിക്കുന്ന വിഷയകാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് ഹേമ റിപ്പോർട്ടിൻ്റെ അകത്ത് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ മുഖംമൂടി, സിനിമാ നടന്മാർ പൊതുമധ്യത്തിൽ സ്വീകരിക്കുന്ന സമീപന നിലപാടുകളും പിന്നീട് അവരുടെ ഈ പേഴ്സണൽ ലൈഫിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വളരെ കൃത്യതയോടുകൂടി പുറത്തു വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ലൈംഗികപരമായിരിക്കുന്ന വിഷയങ്ങൾ നടക്കുന്ന ഒരു ഏരിയ മലയാള സിനിമയാണ് എന്നുള്ളത് കൃത്യമായ രീതിയിൽ ഈ റിപ്പോർട്ടിൽ വരച്ചു കാണിക്കുന്നു. ജയസൂര്യ, മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ബാബുരാജ് തുടങ്ങിയിരിക്കുന്ന ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ടായി. പല നടിമാരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകി, പലരും റിമാൻഡ് ചെയ്യപ്പെട്ടു, ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന തന്നെ തളർന്നു പോയത്. ആ സംഘടന ആ സമയത്ത് തന്നെ കൂട്ടത്തോടു കൂടി പിരിച്ചുവിടപ്പെട്ടു. എല്ലാം പിരിച്ചുവിടുന്ന കേസ്, അതായത് ഒന്നിന് പിറകെ ഒന്ന് എന്ന തരത്തിലാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടായത്. ആരും പുറത്താവാത്ത രീതിയിൽ എല്ലാവരും പ്രതിസ്ഥാനത്തുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളത്. മലയാള സിനിമയിൽ സാംസ്കാരികപരമായി, സാമൂഹ്യപരമായി, ഈ രാഷ്ട്രീയപരമായൊക്കെ പക്വതയും ബാക്കിയുള്ള കാര്യങ്ങളും കുടുംബജീവിതത്തിൽ എങ്ങനെയൊക്കെ നയിക്കണം, ജീവിതത്തിൽ എങ്ങനെയൊക്കെ നല്ലതായിരിക്കും നിലപാടെടുക്കണം, ചരിത്രവും നമ്മൾ തമ്മിൽ എങ്ങനെ ബന്ധം, ഇങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന 100 കണക്കിന് സിനിമകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ അനുവർത്തിക്കുകയും അതൊരു യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് സാധാരണക്കാർ അതിനുള്ള ഒരു പരിവർത്തനം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ അഭിനയിച്ചവർ, ഇതിന് കഥ എഴുതിയവർ, ഇതിന് സംവിധാനം ചെയ്തവർ, ഇതിന് രൂപം നൽകിയവർ അഥവാ നിർമ്മിക്കപ്പെട്ടവരുടെ ജീവിത നിലവാരം വളരെ വളരെ മോശമാണ്. വ്യക്തിപരമായിരിക്കുന്ന വിഷയമാകുന്ന സമയത്ത് അത് പബ്ലിക്കിലോട് പറയാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിത നിലവാരം വളരെ മോശമാകുമെന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് പല നടിമാരും പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ അമ്മ ഏറെക്കുറെ തല്ലിപ്പിരിഞ്ഞ സ്ഥിതിയിലേക്കാണ്. അതിൻ്റെ കാര്യകാരണങ്ങളെന്ന് പറഞ്ഞാൽ മുൻപ് ചെയ്തു കൂട്ടിയിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടുന്നു എന്നതിനപ്പുറമായ രീതിയിൽ മറ്റൊന്നുമില്ല. മുമ്പ് ദേവൻ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു. രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ സമയത്ത് അതൊരു ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ സിനിമാ മേഖലയിലൊക്കെ വലിയ പ്രചരണം നടത്തിയ ആൾ തന്നെ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ആൾ തന്നെ, ജില്ലാ പ്രസിഡന്റ് ആൾ തന്നെ, അതിലേക്ക് അംഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംസ്ഥാന അടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ നിയമസഭയിലൊക്കെ പരമാവധി സീറ്റുകളിലൊക്കെ മത്സരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് പാർട്ടി ഉണ്ടാക്കിയത്. ഒടുവിൽ അയാൾ BJP അംഗത്വം എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്, എങ്ങനെയാണെന്ന് ഓർമ്മയില്ല. പിന്നെ BJP അംഗത്വം അല്ല എന്ന് പറയുന്നത് കേട്ട് ഏതായിരുന്നാലും അവസാനം ഒടുവിൽ അയാൾ പിരിച്ചുവിടുകയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു പാഠം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു എന്നാണ് അയാൾ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് പോലെയുള്ള ഒരു സിനിമാ രാഷ്ട്രീയം, ഒരു നേതാവിൻ്റെ പിന്നാമ്പുറം നിന്ന്, ഒരു സിനിമാ നടൻ്റെ പിന്നാമ്പുറം നിന്നുകൊണ്ട്
സിന്ദാബാദ് വിളിക്കാൻ മാത്രം കേരളത്തിൻ്റെ സംസ്കാരം അധപ്പതിച്ചിട്ടില്ല എന്നുള്ളതാണ് ദേവൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയതിലൂടെ കേരളം കാണിച്ചു കൊടുത്തത്. അതൊരു മാതൃകയാണ്. അവിടുത്തെ പോലെയല്ല ഇവിടെ എന്ന് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾക്കിതെല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ സിനിമാ നടന്മാർ അവരുടെ ജീവിതത്തിൽ വേറെയും അവർ ഈ അഭിനയിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. അഭിനയം തന്നെയാണ്. അത് അവരുടെ ജീവിതവുമായിട്ട് അതിന് യാതൊരു പുലബന്ധം പോലുമില്ല. അതിപ്പോൾ ഇവിടെ ഇത് പൊതുജനങ്ങൾ ഇത്രയും ആൾ 3-3.5 കോടി ജനങ്ങൾ അമ്മ എന്ന് പറയുന്ന ഇതിൽ സിനിമാ നടന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. കേരളത്തിൽ എല്ലാവരും ഒരു 10-25 ഏറ്റവും പ്രധാനമായിരിക്കുന്ന നടിമാരെ പേര് പറഞ്ഞാൽ അറിയും. അവരുടേതായിരിക്കുന്ന ഒരു ജീർണതയല്ല വെച്ച് പുലർത്തേണ്ടത്. സാംസ്കാരികപരമായിരിക്കുന്ന ഒരു മൂല്യം അവർ നിലനിർത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് 2017 സിനിമാ നടൻ ഈ ദിലീപുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നിസ്സാര വിഷയമൊന്നുമല്ല, വളരെ വളരെ ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ്. അത് ഹൈക്കോടതി പ്രത്യേകമായി നിരീക്ഷിക്കപ്പെട്ടത് പോലുമാണ്. അപ്പോൾ സിനിമാ നടിയെ തട്ടിക്കൊണ്ടുപോകുന്നു, സിനിമാ സ്റ്റൈൽ ബലാത്കാരം ചെയ്യുന്നു, എന്നിട്ട് അത് വീഡിയോ എടുക്കുന്നു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് കേരളം വിലയിരുത്തുന്നത് ഇതൊക്കെ തന്നെയാണോ ഇവർ? അപ്പോൾ ഇവർ നല്ല മുഖത്തൊക്കെ നല്ല പെയിൻറ്റൊക്കെ അടിച്ച് നല്ല കളർഫുള്ളുള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വലിയ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു സാംസ്കാരിക തനിമ അവർ നിലനിർത്തുന്നുണ്ട് എന്ന് ജനങ്ങൾ ഇതുവരെ വിശ്വസിച്ചു. ഇപ്പോഴത്തെ അടിപിടി കൂടിയതോടുകൂടി ഒരു കാര്യം മനസ്സിലായി, ഏറ്റവും തറയായിരിക്കുന്ന ഒരു സംഘടനയായിട്ട് മലയാള സിനിമാ നടന്മാരുടെ കൂട്ടായ്മ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന അമ്മ എന്ന് പറയുന്ന സംഘടന മാറിയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.